നമസ്കാരം, VMLോഗാണേ. നമ്മുടെ സ്കൂൾ തുറക്കണം നാളെ മുതൽ. അപ്പം അറിയാമല്ലോ, കൊച്ചു കുട്ടികളൊക്കെ സ്കൂളിലേക്ക് ഇറങ്ങുകയാണ്. അപ്പം മഴക്കാലമുണ്ട്. സ്കൂളുകളുടെ പരിസരത്തൊക്കെ കാടുകളൊക്കെ വൃത്തിയാക്കുക. സ്കൂളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം മുൻകാലങ്ങളിലൊക്കെ എന്തെങ്കിലും അപകടം വന്നതിന് ശേഷം പരിഹരിക്കാൻ നിൽക്കുന്നതിനേക്കാൾ നല്ലത് സ്കൂളുകളിലെ ചുറ്റും ചെറിയ വലകൾ ഇപ്പോൾ കിട്ടുമല്ലോ, എല്ലാം വലകൾ കിട്ടും. ആ ചുറ്റും വല കെട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇഴജന്തുക്കൾ സ്കൂളിനകത്തേക്ക് കയറി വരുന്നതും മറ്റ് കുട്ടികൾക്ക് ഉപദ്രവം വരുന്നതൊക്കെ കുറയും. അതോടൊപ്പം തന്നെ സ്കൂളിൽ കൊണ്ടുപോകുന്ന കുട്ടികളെ വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ രക്ഷകർത്താക്കൾ ദയവായി ശ്രദ്ധിക്കുക. വളരെ പതുക്കെ പോവുക, നേരത്തെ ഇറങ്ങാൻ ശ്രമിക്കുക. മഴക്കാലമാണ്, തെന്നിക്കിടക്കുന്ന റോഡാണ്. അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കൾ നടന്നാണ് പോകുന്നതെങ്കിൽ കുട്ടികളെ ദയവേത് റോഡിൻ്റെ സൈഡിൽ കൂടി മാത്രം കൊണ്ടുപോവുക. ഓക്കെ, രക്ഷകർത്താക്കൾ കുട്ടികളെ അങ്ങനെ റോഡിൻ്റെ സൈഡിൽ കൂടെ മാത്രം കൊണ്ടുപോവുകയാണെങ്കിൽ കുട്ടികൾ വളർന്നു വരുമ്പോഴും അവർക്ക് റോഡിനെക്കുറിച്ചൊരു പേടിയുണ്ടാവും. റോഡ് പേടിയാവും. കാരണം നമ്മൾ അറിയത്തില്ല, നമ്മുടെ കൊച്ചുങ്ങളിലൊക്കെ കുട്ടികളെ റോഡിൻ്റെ സൈഡിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് റോഡിൽ കയറിയാൽ എന്തോ ഉണ്ട് എന്നുള്ള പേടിയുണ്ട്. നമ്മൾ അങ്ങനെ പേടിച്ച് ആണ് ഇപ്പോഴും യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ റോഡിന് സൈഡിൽ കൂടെ മാത്രം യാത്ര ചെയ്യുക. പിന്നെ വാഹനങ്ങളുമായി യാത്ര ചെയ്യുന്ന ആൾക്കാർ, ലോറി, ബസ്, മറ്റ് ഏത് തന്നെ വാഹനങ്ങളായാലും ഇന്നലെ വരെ പോയതുപോലല്ല. നാളെ രാവിലെ ജൂൺ 1 മുതൽ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോവുകയാണ്. ഒരു പരിചയമില്ലാത്ത കുട്ടികളും ഒരേ പരിചയമില്ലാത്ത റോഡുകളും ഒക്കെയാണ് അവർക്കും. അവർ വീട്ടിൽ കിടന്ന് തുള്ളി കളിച്ച് പോയതിൻ്റെ കൂട്ടാണ് റോഡിൽ കൂടെ പോകുന്നത്. നമ്മളതൊന്ന് ശ്രദ്ധിക്കുക. ധൃതി പിടിച്ച് വാഹനങ്ങൾ ഓടിച്ച് യാത്ര ചെയ്യാതിരിക്കുക. ദയവ് ചെയ്ത് ധൃതി പിടിച്ച് വാഹനങ്ങളുമായി യാത്ര ചെയ്യാതിരിക്കുക. അപ്പോൾ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളെന്താ ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ച് നമ്മളെച്ച് നേരത്തെ ഇറങ്ങാൻ ശ്രമിക്കുക. വാഹനങ്ങളിൽ പോകുന്നതിന് നേരത്തെ ഇറങ്ങാൻ ശ്രമിക്കുക. റോഡിൽ വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ട്. ആ വെള്ളക്കെട്ടുകളിലൊക്കെ പരിധി വരെ ശ്രദ്ധിക്കുക. കുഴികളുണ്ടാകും. അപ്പോൾ ഓരോ ആവശ്യത്തിന് പോകുന്ന ആൾക്കാർക്കൊക്കെ വെള്ളം വീണ് ചെളി തെറിപ്പിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. അപ്പം യാത്ര ചെയ്യുന്ന എല്ലാവർക്കും നല്ല ഒരു പുതു ദിവസങ്ങൾ ആശംസിക്കുന്നു. കുട്ടികൾക്കൊക്കെ നല്ലൊരു വിദ്യാഭ്യാസ കാലം കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ സ്കൂളുകളിലും കുറച്ച് ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തുക. മാസത്തിൽ ഒരു വട്ടമെങ്കിലും അവർക്ക് ഒരു സ്വന്തമായിട്ട് പിടിച്ചു നിൽക്കാനുള്ള കുറേ അവയർനെസ് ക്ലാസ്സുകൾ നടത്തുക. ട്രാഫിക് ബോധവൽക്കരണം നടത്തുക. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ സ്കൂൾ അധികാരികൾ കൂടി ചെയ്യുക. ബാക്കി ട്രാഫിക് നിയമങ്ങളൊക്കെ സ്കൂളുകൾ പഠിപ്പിക്കുക അവർക്ക്. അപ്പം കുട്ടികളല്ലേ, വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇപ്പോഴേ പറഞ്ഞു കൊടുക്കാൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പം മിനിമം വേഗതയും സ്പീഡും ഒക്കെ അറിയാമല്ലോ. ഫൈനുകൾ കുറവാണെന്ന് പ്രതീക്ഷിക്കേണ്ട, നല്ല ഫൈൻ വരുന്നുണ്ട്. ഇപ്പോൾ ടിപ്പർ ലോറികളായാലും ബസ്സുകളായാലും എന്ത് വാഹനമായാലും നാളെ മുതൽ ഒന്ന് ശ്രദ്ധിച്ചിറങ്ങുക. ഞാനൊരു ഡ്രൈവറാണ് പറഞ്ഞത്.